ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, അത്ര എളുപ്പം പരിഹരിക്കാവുന്നൊരു പ്രശ്നമല്ല. കീറാമുട്ടിയായി തുടരുമോ ഈ പ്രശ്നം? അതിനു മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ, ആലപ്പുഴയിൽ നല്ല മഴയാണെന്ന് തോന്നുന്നു. ശ്രീജിത്ത് നിൽക്കുന്ന സ്ഥലത്ത് നല്ല കാറ്റുണ്ട്. കുട്ടനാടിൻ്റെ പലയിടങ്ങളും വെള്ളക്കെട്ടിനടിയിലായി മാറിയിരിക്കുന്നു എന്നും കേൾക്കുന്നു. നമുക്ക് ആ വാർത്തയിലേക്ക് വരാം. അതിനു മുൻപ് എന്താണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ ശ്രീജിത്ത്? അരുൺ, രാവിലെ മുതൽ തന്നെ ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായ മഴയുണ്ട്. തെക്കേ അറ്റമായ കായംകുളം മുതൽ വടക്ക് അരൂർ വരെയുള്ള ഭാഗത്ത് വ്യാപകമായി മഴ പെയ്യുന്നു. മാത്രമല്ല മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ട്. തീരമേഖലകളിലാണ് ഏറ്റവും ശക്തമായി കാറ്റടിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തും വലിയ തോതിൽ കാറ്റുണ്ട്. എന്തായാലും കുട്ടനാടിന്റെ പല മേഖലകളിലും ജലനിരപ്പ് ഉയരുന്നു. ഒപ്പം തന്നെ കായംകുളം, ഹരിപ്പാട് തുടങ്ങിയ മേഖലകളിലെ ഗ്രാമപഞ്ചായത്തുകളിലെയും റോഡുകളും തോടുകളുമെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. പല വീടുകളിലും വെള്ളക്കെട്ടുണ്ട്. കായംകുളം നഗരസഭയിൽ, കൃഷ്ണപുരം പഞ്ചായത്തിൽ, പത്തിയൂർ പഞ്ചായത്തിൽ, മുതുകുളം പഞ്ചായത്തിൽ, കണ്ടല്ലൂർ പഞ്ചായത്തിലടക്കം, തൃക്കുന്ന പഞ്ചായത്തിലടക്കം പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. ഇത്തരത്തിൽ ആലപ്പുഴ പട്ടണത്തിലും പല മേഖലയിലും ജലനിരപ്പ് ഉയരുന്നു. റോഡുകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നഗരസഭാ ഭരണകൂടത്തിനടക്കം കഴിയാത്ത സ്ഥിതിയുമുണ്ട്. ആളുകൾ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. മഴ തുടർന്നും ഈ കാലവർഷം അടച്ചുപിടിച്ചാൽ തീർച്ചയായും ആലപ്പുഴ നഗരവും പരിസര പ്രദേശങ്ങളും ഒരു വലിയ വെള്ളക്കെട്ടിലാകുമെന്ന കാര്യം ഉറപ്പാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ശ്രീജിത്ത്, ഇനി നമുക്ക് വാർത്തയിലേക്കൊന്ന് വരാം. എന്തായാലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഫോർമുല അനുസരിച്ച് രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ടുകൊടുക്കുമ്പോൾ ഭരണപരിഷ്കാര ചെയർമാന്റെ സ്ഥാനമായിരിക്കും കിട്ടുക. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വനവാസമാണ്. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത് അത് കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്വീകരിക്കില്ല. കീറാമുട്ടിയായി തുടരുമോ ഇടതുമുന്നണിയിലെ രാജ്യസഭാ സീറ്റ് വിഭജനം? അരുൺ, ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഇടതുമുന്നണിയിലെ രാജ്യസഭാ സീറ്റ് വിഭജനം ഒരു കീറാമുട്ടിയായി തുടരാനാണ് സാധ്യത. എന്നാൽ അക്കാര്യത്തിൽ CPM സ്വീകരിക്കുന്ന സമീപനത്തെ ആശ്രയിച്ചായിരിക്കും ഇത് എങ്ങനെ കലാശിക്കുമെന്ന കാര്യം വ്യക്തമാവുക. കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലേക്ക് വരുമ്പോൾ ജോസ് കെ മാണി UDF പ്രതിനിധിയായി രാജ്യസഭയിലെത്തിയ ആളായിരുന്നു. എന്നാൽ രാജ്യസഭാ അംഗത്വം രാജിവെച്ചാണ് ജോസ് കെ മാണി LDFിലേക്ക് വന്നത്. പിന്നീട് നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്ക് തന്നെ ആ സീറ്റ് ഇടതുമുന്നണി നൽകുകയായിരുന്നു. അപ്പോൾ രാജ്യസഭാ സീറ്റുമായിട്ടും നിയമസഭാ സീറ്റിന്റെ കാര്യത്തിലുമെല്ലാം ഉറച്ച ധാരണയുണ്ടാക്കിയ ശേഷമാണ് കേരള കോൺഗ്രസ് മുന്നിലേക്ക് വന്നത്. ആ ധാരണ ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഇനി ചർച്ചയുടെയോ വിട്ടുവീഴ്ചയുടെയോ കാര്യമില്ല. ഒരു സംസ്ഥാനത്തിന്റെ പ്രശ്നം പോലും അക്കാര്യത്തിൽ ഉദിക്കുന്നില്ല എന്ന സമീപനമാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ടാണ് ഒരു ചർച്ചയ്ക്കോ വിട്ടുവീഴ്ചയ്ക്കോ ഇല്ല എന്ന് അറിയുന്നത് CPM നേതൃത്വത്തിനും അറിയുന്നതാണ്. എന്നാൽ CPIക്ക് സീറ്റ് കൊടുക്കണമോ വേണ്ടയോ എന്ന കാര്യമൊക്കെ CPMന് തീരുമാനിക്കാം. അതിലൊന്നും ഇടപെടാനോ പരസ്യ വിവാദമുണ്ടാക്കാനോ ഒന്നും തയ്യാറല്ല. എങ്കിൽ പോലും CPI അവർ ഒഴിയുന്ന സീറ്റിലല്ല നേരത്തെ ജയിച്ചത്. P സന്തോഷ് കുമാർ രാജ്യസഭാ അംഗമായപ്പോൾ MV ശ്രീരാമകുമാർ ഒഴിഞ്ഞ സീറ്റിലേക്കാണ് അദ്ദേഹം എത്തിയത്. അതുകൊണ്ട് അന്ന് ആ പിന്തുടർച്ചാവകാശം പരിഗണിച്ചല്ല CPIക്ക് നൽകിയത്. ഇപ്പോൾ അതുകൊണ്ട് പിന്തുടർച്ചാവകാശം പറയുന്നതിൽ കാര്യമില്ല എന്നും കേരള കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ പരസ്യമായി CPIയുമായി ഒരു തർക്കത്തിന് അവർ തയ്യാറല്ല. ഈ ഭരണപരിഷ്കാര കമ്മീഷൻ ഏറ്റെടുക്കുന്നതിനോടും കേരള കോൺഗ്രസ് എമ്മിന് ഒരു വിമുഖതയുണ്ട്. അതിന് കാരണം നമ്മൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ ഈ രാജ്യസഭാ അംഗത്വം ഒഴിഞ്ഞ് ഉടൻ തന്നെ ഭരണപരിഷ്കാര തീർത്തോളൂ. ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനം ഒഴിഞ്ഞ് ഉടൻ തന്നെ ജോസ് കെ മാണി രാജ്യസഭാംഗത്വം ഒഴിഞ്ഞ് ഉടൻ തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനം ഏറ്റെടുത്താൽ അധികാരമോഹിയാണെന്നുള്ള ഒരു ആക്ഷേപം വരും. അത്തരം ആക്ഷേപങ്ങൾ കേൾക്കാൻ ജോസ് കെ മാണി തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യസഭാ സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. മാത്രമല്ല ഇതൊരു ഒരു തരത്തിൽ രാഷ്ട്രീയ വനവാസം കൂടിയായ ഒരു പദവിയാണ്. കേരള കോൺഗ്രസ് എമ്മിനെ നയിക്കുന്ന നേതാവ് എന്ന നിലയിൽ ജോസ് കെ മാണിക്ക് അത്തരമൊരു പദവിയിലേക്ക് പോകുന്നതിന് വ്യക്തിപരമായും താല്പര്യക്കുറവുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇടതുമുന്നണിയിലും രാജ്യസഭാ സീറ്റ് വിഭജനം ഒരു കീറാമുട്ടിയായി തുടരുകയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം ആ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ ആകെയുള്ളത് 2 സീറ്റുകൾ. CPMിലെ ഇളമരം കരീമും ബിനോയ് വിശ്വവുമാണ് ഇടതുമുന്നണിയിൽ നിന്ന് നേരത്തെ രാജ്യസഭയിലേക്ക് പോയത്. ഒപ്പം സീറ്റ് കൊണ്ടുവന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം. 3 ആവശ്യക്കാർ, 2 സീറ്റുകൾ. ആര് വഴങ്ങും, ആർക്ക് ലഭിക്കുമെന്നതാണ് ചോദ്യം.